ഞാൻ പറയാം, നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു വർഷമാണ് മാറ്റി വെക്കുന്നത്, മനസ്സിലായോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എത്ര ഉഴപ്പിയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്ന പോലെ ആ ഒരു വർഷം എൻജോയ് ചെയ്യാൻ പറ്റുമോടാ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു വീട്ടിലൊരു വർഷം ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിന് മുന്നിലും എല്ലാവരുടെ മുന്നിലും ഫോൺ എടുത്ത് വെച്ച് കളിക്കാം, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പോകാം. ഇതൊക്കെ നമ്മൾ ഈ ഒരു വർഷം ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു വർഷമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവർ കാണാതെ ഫോൺ എടുക്കേണ്ടി വരും, അവർ കാണാതെ വെളിയിൽ പോകേണ്ടി വരും, മനസ്സിലായോ? ചിലവരുടെയൊക്കെ ഓഡിയോ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ എനിക്കും കൂടെ കരച്ചിൽ വരും. അത്രത്തോളം അങ്ങനെ തകർന്ന് ഭയങ്കര മെൻ്റലി ഡൗൺ ആയിട്ടാണ് നിങ്ങൾ ഈ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അത് ശരിക്കും ഈ ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മണിക്കൂർ കണക്കിനെടുത്ത് പഠിച്ചിട്ടും നമുക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ മെൻ്റലി ഡൗൺ ആവും. നമ്മളൊരു റൂമിൽ അടച്ചിരിക്കുക. അപ്പം നമ്മുടെ വീട്ടുകാരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുവാണെന്ന്. ഒരു ഹെഡ്സെറ്റ് മേടിക്കേണ്ട ചിലവേ ഉള്ളൂ, നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് അവരറിയത്തില്ല. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഉഴപ്പുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗോളിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിനിടയ്ക്ക് ഇപ്പോൾ നല്ലൊരു ലാഗ് വന്നിട്ടുണ്ട്, ഏകദേശം 2 വീക്കിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ച് ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് നിർത്തിയോ അങ്ങനെയൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എടാ, ചില സമയത്തുണ്ടല്ലോ എനിക്ക് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്തൊരു ഫേസാണ് എൻ്റെ ഈ റീറിപ്പീറ്റ് സമയം എന്നൊക്കെ പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് ഞാൻ ബ്രില്യൻറ്റിലാണ്, റിപ്പീറ്റ് ചെയ്ത് ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. രണ്ടും സെൽഫ് സ്റ്റഡി എനിക്ക് പിന്നെ ഓർക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ട്. എൻ്റെ റിപ്പീറ്റ് കാലഘട്ടം എനിക്ക് ശരിക്കും പറഞ്ഞാൽ തീരെ ഓർക്കാനായിട്ടുള്ളൊരു മനസ്സില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കാണുമ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീണ്ടും എന്നെ അതൊക്കെ ഓർമ്മിപ്പിക്കുവാണ്. അപ്പോൾ ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ ആ ഒരു മൂഡ് അങ്ങ് പോവാടാ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എത്രത്തോളം ഇങ്ങനത്തെ വീഡിയോസ് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നു, അതിൻ്റെ അത്രത്തോളം തന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇൻ്റേണൽ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് ആവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ അത്ര വലിയ കാര്യമായിട്ട് നോക്കത്തില്ല. ചുമ്മാ ചില വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും, അതിൻ്റെ കമൻറ്റ് സെക്ഷൻ പോലും ഞാൻ ശരിക്കും നോക്കാറില്ല. അപ്പം ഇന്നലെ ഞാനിങ്ങനെ ചുമ്മാ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എക്സാംസ് ഉള്ളൂ, എന്നിട്ട് ഇങ്ങനെ ചുമ്മാ കുറേ മെസ്സേജസിലൂടെ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ചിലവരുടെയൊക്കെ ഓഡിയോ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ എനിക്കും കൂടെ കരച്ചിൽ വരും. അത്രത്തോളം അങ്ങനെ തകർന്ന് ഭയങ്കര മെൻ്റലി ഡൗൺ ആയിട്ടാണ് നിങ്ങൾ ഈ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അത് ശരിക്കും ഇന്നലെ ആ ഒരു ഓഡിയോ കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്കും മെൻ്റലി ഡൗൺ ആയിട്ടുമൊക്കെ. എടാ, നിങ്ങൾ ഇങ്ങനെ അങ്ങ് മെൻ്റലി ഡൗൺ ആവേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് ഒരു 7-8-9 മാസം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് വിട്ട് കളയുവാണത്. നമ്മുടെ ഒരു വർഷം, നമ്മുടെ സമയം എല്ലാം നമ്മളങ്ങ് വേണ്ടെന്ന് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ എല്ലാ വീഡിയോസ് നോക്കിയാലും കാണാം അതിൻ്റെ താഴെ ചേച്ചി ഓൺലൈൻ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരും, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ ഞാൻ ഓൺലൈൻ പഠിച്ച ഒരാളല്ല, ഞാൻ ഓഫ്ലൈൻ ആയിരുന്നു പിള്ളേരിൽ റിപ്പീറ്റ് ചെയ്ത സമയത്ത്. പിന്നെ ബാക്കി സെൽഫ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഓൺലൈനെ പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ എൻ്റെ അനിയത്തി ഓൺലൈനിലായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അവളെ വെച്ചൊരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിലും വലിയ ട്രോമയിലാണ്. അലോട്ട്മെൻ്റ് ഒക്കെ തുടങ്ങാതെ അവളൊന്ന് സ്റ്റേബിൾ ആവത്തില്ല. അപ്പോൾ ഞാൻ അത്ര നാളൊന്ന് തള്ളി വെക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തായാലും ഇത് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇങ്ങനെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ നമ്മുടെ ചാനലിൽ കാണുന്ന കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറേയേറെ ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ഈ ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മണിക്കൂർ കണക്കിനെടുത്ത് പഠിച്ചിട്ടും നമുക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ മെൻ്റലി ഡൗൺ ആവും. ഓഫ്ലൈനിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്ന സമയത്ത് ഓഫ്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഫോണില്ല, നമുക്ക് വേറെ എങ്ങോട്ടും പോകാനും പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാതെ അടച്ചു വെച്ചിട്ട് കിടന്ന് ഉറങ്ങാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉറങ്ങുന്നതും മടുക്കും, നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് തോന്നും. കാരണം ഈ ബാക്കിയുള്ളവർ പഠിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് പ്രഷറാവും, അങ്ങനെ നമുക്ക് വീണ്ടും പഠിക്കാനായിട്ട് തോന്നും. ഓൺലൈനിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് അങ്ങോട്ട് ഇമ്പ്രൂവ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മടുത്തിട്ട് നിങ്ങൾ വേറെ മാറി പോകാനായിട്ടുള്ള ഒത്തിരി ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകാം, വെളിയിൽ കറങ്ങാൻ പോകാം, അല്ലെങ്കിൽ ഫോണിൽ ചുമ്മാ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ നോക്കിയിരിക്കാം. ഈ ഓൺലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു റൂമിൽ അടച്ചിരിക്കുക. അപ്പം നമ്മുടെ വീട്ടുകാരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുവാണെന്ന്. ഒരു ഹെഡ്സെറ്റ് മേടിക്കേണ്ട ചിലവേ ഉള്ളൂ, നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് അവരറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു കള്ളത്തരങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക ആദ്യം ചെയ്യേണ്ടത്. നമ്മളോട് ഹോണസ്റ്റായിട്ടിരിക്കുന്ന, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ പേരൻസിനോട് അല്ലെങ്കിൽ പോലും നമ്മളോടെങ്കിലും ഹോണസ്റ്റായിട്ടിരിക്കാൻ നോക്കുക. പേരൻസിനോടും
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയും നിങ്ങളുടെ ആഗ്രഹത്തിന് പുറത്തായിരിക്കും ചിലപ്പോൾ അവർ ഇത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങളെ വിടുന്നത്. അപ്പം നിങ്ങൾ അവരെയും ചീറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിങ്ങളെ തന്നെയും ചീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ ഈ ഒരു ഫേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു എടുത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അഥവാ നമ്മളിങ്ങനെയൊക്കെ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒട്ടും മാർക്കില്ലെങ്കിൽ അത് എന്തൊരു നാണക്കേടായിരിക്കും. നമുക്ക് നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരൻസിൽ നിന്ന് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ 200 300 ഒക്കെ മാർക്ക് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഇങ്ങനെ അതായത് ഈ ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങളൊരു 300 എന്ന് പറയുന്നൊരു സ്കോർ കടക്കത്തില്ല. കാരണം എക്സാംസ് അടുപ്പിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ര ടെൻഷനായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങൾ പോലും തെറ്റിപ്പോകും. നമ്മൾ അത്രത്തോളം കൺസിസ്റ്റൻ്റായിട്ടും നല്ല സ്റ്റേബിളായിട്ടും പഠിച്ചാൽ തന്നെയും നമുക്ക് ആ ഒരു മാർക്ക് കിട്ടാനുള്ള ചാൻസ്, ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് എത്താൻ പാടാം. അന്നേരം പിന്നെ നിങ്ങൾ ഉഴപ്പം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 200 300 മാർക്ക് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ ഉഴപ്പിയിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് വരും. ഒന്നും കൂടെ പഠിക്കാൻ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സമ്മതിക്കൂ. അതേസമയം നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മാർക്ക് പോകുന്നതെങ്കിൽ നമുക്ക് പിന്നൊരു ചാൻസ് എങ്കിലും നമ്മുടെ പേരൻസ് തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഉഴപ്പുന്ന സാഹചര്യങ്ങളിൽ ഇതൊക്കെ എപ്പോഴും ഒന്ന് ആലോചിക്കണം. നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മൾ ലീവിങ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറഞ്ഞാലും പോരാ, നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഉഴപ്പുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗോളിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് പറ്റുന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവരെ ഇപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല, ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാനുള്ള മാർക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു BSc കോഴ്സിന് പോയി ജോയിൻ ചെയ്യാം. ഇപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു മറന്ന് ഒത്തിരി ഫേസസ് കാണും അവിടെ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ +2 പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ +1 പഠിച്ച കുറേ പിള്ളേർ കാണും നിങ്ങളുടെ ക്ലാസ്സിൽ. അപ്പോൾ അതൊക്കെ എന്തൊരു നാണക്കേടാണ്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ഭയങ്കര സ്റ്റാർ ആയിരിക്കും, എനിക്ക് ഫുൾ A+ ഉണ്ട്, ഞാനൊരു വലിയ സംഭവമാണ്, പഠിപ്പിയാണ്, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു നാണക്കേട് ആലോചിച്ച് നോക്കി. അവർ വരെ ചോദിക്കും, അയ്യോ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി നിങ്ങൾ ഇത്ര നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, അതെന്താ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കുത്തിക്കൊള്ളാൻ പോകുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. 10th മുതൽ സകലമാന ഫ്ലെക്സിലും ഉണ്ട്. ഫുൾ A+ ആയിരുന്നു, 10th ഫുൾ A+ ആയിരുന്നു, 11th ഫുൾ A+ ആയിരുന്നു, 12th ഫുൾ A+ ആയിരുന്നു. വിത്തൗട്ട് എനിക്ക് ഗ്രേസ് മാർക്കായിരുന്നു ഫുൾ A+. അപ്പം നമ്മൾ ഈ +1 ചെല്ലുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് വന്നിട്ട് ചോദിക്കും, ഫുൾ A+ ഉള്ള എത്ര പേരുണ്ട്, ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ A+ ഉള്ള എത്ര പേരുണ്ട്. അപ്പോൾ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു അഹങ്കാരം തോന്നുന്നു, നമ്മൾ വലിയ സംഭവമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ബ്രില്യനിൽ പോയപ്പോഴാണ് എൻ്റെ ആ ഒരു ലെവൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ താഴെയാണ്. ഞാൻ അത്ര ഒരു സംഭവമൊന്നുമല്ല, ഒരു സംഭവമേ അല്ല, ശരിക്കും ഒരു ആവറേജ് ലെവൽ പോലും അല്ല എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരുന്നത്. കാരണം നമ്മളവിടെ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള ടോപ്പേഴ്സുമായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടിയില്ല, എന്നിട്ട് ഞാനിങ്ങനെ ഒരു BSc കെമിസ്ട്രിക്ക് പോയി ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ +1 പഠിച്ച പിള്ളേരുണ്ട്, എൻ്റെ കൂടെ ട്യൂഷന് അറിയുന്ന വീടിനടുത്തുള്ള പിള്ളേരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചിന്ന് വിളിച്ച് അവർക്കും നാണക്കേടാണ്. എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ ചേച്ചിന്ന് വിളിക്കാനും പറ്റുന്നില്ല, ക്ലാസ്സിലാകുമ്പോൾ പിന്നെ ചേച്ചിന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനത്തുള്ള 100 ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അയ്യോ ചേച്ചി അത്രയും പഠിച്ചിട്ട് എന്താ ചേച്ചിക്ക് കിട്ടാതെ, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മന്ദബുദ്ധിയാണോ, അങ്ങനൊരു തോന്നൽ വരെ വരും. ആ ഒരു തോന്നലിൽ നിന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്ത് ആലോചിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കത് സഹിക്കാം. അതേസമയം നമ്മൾ ഒന്നും ചെയ്യാതായിട്ടാണ് നമ്മളത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. അത് നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ പിന്നെ ലൈഫ് ലോങ് അതിൻ്റെ റിഗ്രറ്റ് ആയിരിക്കും. മനസ്സിലായോ? പിന്നെ ഈ ഫോൺ യൂസേജ് കുറയ്ക്കാനായിട്ടാണ് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 1 വർഷത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. നമ്മളിപ്പം ഇതിനനുസരിച്ച് ഉഴപ്പുന്നതാണ് ഈ 1 വർഷം എന്ന് പറയുന്നത് 2 വർഷം 3 വർഷത്തിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ ഈ 1 വർഷം ഫുൾ എഫേർട്ട് ഇട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പം അത്യാവശ്യം ഉഴപ്പിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കേണ്ടി വരും. ആ ഒരു ചിന്തയും കൂടെ വേണം. ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ വീണ്ടും പഠിക്കേണ്ടി വരും എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ പറ്റുന്നവരാണെങ്കിൽ ഒരു പുതിയ സിം എടുക്കുക. ആ സിമ്മിനകത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നമ്പേഴ്സ് മാത്രം മതി. അതായത് ഈ ഒരു സിം എടുത്ത കാര്യം നിങ്ങളൊരു മനുഷ്യനോട് പറയുകയും ചെയ്യരുത്. മറ്റേ ഒരു സിം വേറെ എവിടെയെങ്കിലും ഒന്ന് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക, അത്യാവശ്യം ഈ നീറ്റ് കഴിയുന്നവരെ. മനസ്സിലായോ?
എന്തായാലും നമ്മൾ ഒരു വർഷം കളയുന്നു. ഒരു വർഷം ഞാൻ പറയാം, നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു വർഷമാണ് മാറ്റി വെക്കുന്നത്. മനസ്സിലായോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എത്ര ഉഴപ്പിയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്ന പോലെ ആ ഒരു വർഷം എൻജോയ് ചെയ്യാൻ പറ്റുമോടാ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു വീട്ടിലൊരു വർഷം ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും ഫോൺ എടുത്ത് വെച്ച് കളിക്കാം, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പോകാം. ഇതൊക്കെ നമ്മൾ ഈ ഒരു വർഷം, ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു വർഷമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവർ കാണാതെ ഫോൺ എടുക്കേണ്ടി വരും, അവർ കാണാതെ വെളിയിൽ പോകേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തായാലും എന്തിനാ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നത്? ഒന്നിങ്കിൽ നമ്മൾ മൊത്തത്തിൽ പൊതിയണം, അല്ല ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഒട്ട് ചെയ്യാനും പറ്റുന്നില്ല. കുറച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ പരമാവധി കവർ ചെയ്ത് വെച്ചിട്ട് എല്ലാം, അതായത് പരമാവധി നമ്മുടെ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സമയം ഫ്രീ ആയിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ പുതിയൊരു സിം എടുക്കാനായിട്ട് നോക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക, പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ കൺവിൻസ് ചെയ്യുവാണ്, അതായത് എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത് നടക്കത്തില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് നടക്കത്തില്ല. നമുക്ക് തന്നെ ഒരു ഇത് വേണം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ 100 കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളിങ്ങനെ പിറകോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ സംഭവിക്കുന്നത്? നമുക്ക് കിട്ടത്തില്ല. 10, 200, 300 അല്ലെങ്കിൽ 400 മാർക്ക് ഉണ്ടായിരിക്കും. 400 മാർക്ക് മേടിച്ചിട്ട് നമ്മൾ ഫെയിൽ ആവുന്നതാണെങ്കിലും എല്ലാം കണക്കല്ലേടാ. 100 മാർക്ക് മേടിച്ച് ഫെയിൽ ആവുന്നതാണെങ്കിൽ എല്ലാം കണക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചതും കൂടെ വേസ്റ്റ് ആവും. നമ്മളൊന്നെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്ട്രീം ലെവലിന് വേണ്ടിയിട്ട് പഠിക്കുക. അഥവാ ജസ്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് കിട്ടുന്ന രീതിക്കെങ്കിലും പഠിക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ 400 മാർക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങും കിട്ടാനും പോകുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വർഷം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഇപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുവാണെങ്കിൽ ആ എക്സാം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഫുള്ള് ടെൻഷനായിരിക്കും. അയ്യോ നമ്മൾ നാട്ടുകാരോട് എന്ത് പറയും, വീട്ടുകാരോട് എന്ത് പറയും, അങ്ങനത്തെ ആ ഒരു ഫേസിലായിരിക്കും. മനസ്സിലായോ? ഇപ്പം മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം നല്ല രീതിയിൽ പാടി നല്ല അടിപൊളി സുഖമായിട്ട് നടക്കാം. എപ്പോഴും അങ്ങനെ ആലോചിക്കുക. ഈ ഒരു വർഷത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലൈഫിനെ പറ്റി ചിന്തിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെടാ, ഇപ്പോൾ എൻ്റെ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് കിട്ടാത്തപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, നമുക്കത് ആ ഡിസീസ് വരാം, ഈ ഡിസീസ് വരാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡോക്ടേഴ്സിന് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ? എക്സാമിൻ്റെ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാറേ ഇല്ല. 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് 3 മണിക്കൊക്കെ അലാം വെച്ച് നമ്മൾ എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനാണെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എത്തി എന്നുള്ളൊരു ഇതെങ്കിലും ഉണ്ടാവുമല്ലോ അവിടെ. ശരിക്കും പറഞ്ഞാൽ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. എന്നുവെച്ചാൽ നമുക്ക് ചില പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ സർജറി ഒക്കെ കഴിഞ്ഞ് ഡോക്ടേഴ്സിനോടൊക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ കാണുമ്പം, പിന്നെ ഈ കോൺവക്കേഷൻ്റെ അന്ന് നമ്മുടെ പേരൻസ് ഭയങ്കര പ്രൗഡായിട്ട് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോസ്, ആ ഗൗണൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പം അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാണടാ. നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ബെറ്റർ ലൈഫും ആ ഒരു കൺസിഡറേഷനും. ഇപ്പോൾ പണ്ടത്തെ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു പണ്ടത്തെ ഒരാളെ അല്ല. ആളുകൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ എൻ്റെ ലൈഫേ മാറിപ്പോവടാ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ ഈ മെഡിക്കൽ MBBS എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ബോറിംഗ് ഒന്നുമല്ല. പഠിക്കാനുണ്ടെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്. ഇത്രയും കനത്തിലുള്ള ടെക്സ്റ്റൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ എന്നാലും അടിപൊളിയാണ്. നമുക്ക് സാധാ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റൽ ലൈഫ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷമൊക്കെയാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് 5.5 വർഷം ഹോസ്റ്റൽ ലൈഫ് കിട്ടുവാണ്. നമ്മൾ ആ ഒരു ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ ലേറ്റ് നൈറ്റ് പാർട്ടീസ്, DJ, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്ന രീതിയിലും നമ്മുടെ പ്രൊഫഷൻ രീതിയിലും പറഞ്ഞാൽ പോരല്ലോ. നമ്മുടെ ഈ ഒരു പ്രായത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസ്കോ ലൈഫല്ലേ വേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. അടിപൊളി ലൈഫാണ്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സെൽഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ വരുന്നത് ആരെങ്കിലും പഠിക്കുന്ന കാണുമ്പോഴൊന്നും ആയിരുന്നില്ല. ഇതുപോലെ ഈ MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കോളേജ് ലൈഫ് കാണാനൊക്കെ എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ചില ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു MBBS. അന്നേരം അവരുടെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ എനിക്കിഷ്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈഫാണ്. നമ്മളൊരു പ്രൊഫഷനുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഇന്നത്തെ കാലത്ത് അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് വരുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അവിടെ. നമ്മൾ ആഗ്രഹിച്ചൊരു പ്രൊഫഷനാണ് കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങളിപ്പം പരമാവധി ഞാൻ പറഞ്ഞ പോലെ പരമാവധി കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ നോക്കുക. ഈ ഫോണും കാര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുക. വീട്ടുകാരുടെ മുന്നിൽ ഹോണസ്റ്റ് ആയിട്ടിരിക്കുക. ഇൻ കേസ് നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിലും നമ്മളെ അവരെങ്കിലും അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്യേണ്ടേടാ. നമുക്ക് എല്ലായിടത്തുനിന്നും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ബ്രോക്കായി പോകും. നമ്മൾ ശരിക്കും അവരോടെങ്കിലും ഹോണസ്റ്റ് ആയിട്ടിരുന്നാലല്ലേ അവർക്കെങ്കിലും തോന്നും, അതായത് അവൻ ഇത്ര എഫേർട്ട് ഇട്ടു, അവൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു, എന്നിട്ടുമാണ് പോയത്. മനസ്സിലായി? എന്നാൽ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാനെങ്കിലും തോന്നും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർ പോലും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ഇതും ആയിരിക്കില്ല. മനസ്സിലായോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടോ അത് നിങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലായോ?
എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പരമാവധി എഫേർട്ട് ഇടുക, ഒരു വർഷം നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, അവിടുത്തെ ക്ലാസ്സസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ക്ലാസ്സസ് കാണാം, നിങ്ങൾക്ക് PDF നോട്ട്സ് കീപ്പ് ചെയ്യാം, അങ്ങനത്തെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഓൺലൈൻ ആണെങ്കിൽ. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കാം. പിന്നെ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. പരമാവധി എന്തെങ്കിലും ഉഴപ്പാൻ തോന്നുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇത് കിട്ടിയില്ലെങ്കിലുള്ള ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആവാൻ തുടങ്ങും. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ചേച്ചി ഓൺലൈൻ്റെ ക്വസ്റ്റ്യൻസ് റിലേറ്റീവ്ലി ഇത്തിരി സിമ്പിളാണ്, ഓഫ്ലൈൻ അവർ ഇനിയിപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ പഠിപ്പിക്കുന്നത്, ടഫായിട്ടൊക്കെയാണോ അവർ നല്ല രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ്, നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക്, അതായത് ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവർക്ക് ഓഫ്ലൈൻ്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് പരിഗണിക്കാം. ടാറ്റാ.